ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 22-ാം അധ്യായം. ഈ അധ്യായത്തിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് മോശെ ഇസ്രായേൽ ജനത്തെ പ്രബോധിപ്പിക്കുന്നത്. ഒന്ന്, സഹോദര്യ സ്നേഹം. രണ്ട്, ദാമ്പത്യ വിശ്വസ്തത. നിന്റെ സഹോദരൻ്റെ കാളയെയോ ആടിനെയോ കഴുതയോ ഏത് മൃഗവുമായിക്കൊള്ളട്ടെ, അത് വഴിതെറ്റി അലഞ്ഞു തിരിയുന്നത് നീ കണ്ടാൽ നീ അതിനെ സഹോദരൻ്റെ അടുത്ത് എത്തിക്കണം. സഹോദരൻ എന്ന് പറയുന്നത് ഇസ്രായേൽ സമൂഹം മുഴുവനാണ്. 12 ഗോത്രങ്ങളിൽപ്പെട്ടവരും അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരപ്പൻ്റെ മക്കളായി കൊച്ചുമക്കളായി ഒക്കെ അവർ ജീവിക്കുന്നവരാണല്ലോ. എന്ന് പറഞ്ഞാൽ സഹോദരൻ, അന്നത്തെ കാലത്ത് കാളയും കഴുതയും മൃഗങ്ങളൊക്കെ മനുഷ്യൻ്റെ സമ്പത്താണ്. സഹോദരൻ്റെ സമ്പത്ത് നശിക്കുവാൻ നീ അനുവദിക്കരുതെന്നർത്ഥം. രണ്ട്, അത് സഹോദര സ്നേഹത്തിൻ്റെ വലിയ പ്രതിഫലനമാണ്. സഹോദരൻ നഷ്ടപ്പെട്ടതിനെ അവന് തിരിച്ചു നൽകി അവനെ സഹായിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കളഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ, അത് വസ്ത്രമായാലും കാളയായാലും കഴുതയായാലും, അതൊന്നും നീ എടുക്കാൻ പാടില്ല. അതിനെല്ലാം ആരാണോ അതിൻ്റെ അവകാശി അവനെ അവിടെ തിരിച്ചേൽപ്പിക്കണം. നീ പോകുന്ന വഴിക്ക് കാളയോ കഴുതയോ വീണ് കിടക്കുന്ന കണ്ടാൽ, സഹോദരൻ്റെ കാളയോ കഴുതയോ വീണ് കിടക്കുന്ന കണ്ടാൽ അതിനെ എഴുന്നേൽക്കുവാൻ നീ സഹായിക്കണം. കാരണം അന്നത്തെ വാഹനമാണത്. ഇന്നത്തെ പുതിയ നിയമമായി നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ യാത്ര പോകുമ്പോൾ മറ്റൊരുവൻ്റെ വാഹനം റോഡിൽ കേടായോ പഞ്ചറായോ കിടക്കുന്ന കണ്ടാൽ അത് നന്നാക്കുവാൻ, അവന് വീണ്ടും യാത്ര ചെയ്യുവാനുള്ള ക്രമീകരണം ലഭിക്കുവാൻ അവനെ സഹായിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നർത്ഥം. അതിനകത്ത് ശത്രുവെന്നോ മിത്രമെന്നോ നോക്കാൻ പാടില്ല. എല്ലാവരെയും സഹായിക്കുമ്പോൾ പറയുന്നത്, നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നന്മയുണ്ടാകാനും ഇപ്രകാരം നീ ചെയ്യുക. അത് സാഹോദര്യ സ്നേഹത്തിൻ്റെ വലിയ പ്രതിഫലനമാണ്. അപ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ഇനി അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. സ്ത്രീ പുരുഷന്മാർ വേഷം മാറി ധരിക്കരുത്. സ്ത്രീകൾ സ്ത്രീകളുടെ വസ്ത്രവും പുരുഷൻ്റെ വസ്ത്രവുമാണ് ധരിക്കേണ്ടത്. ലിംഗവ്യത്യാസത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ ആ ലിംഗവ്യത്യാസത്തിൽ വസ്ത്രധാരണം നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ട്രാൻസ്വെസ്റ്റിസം എന്ന് പറയുന്നൊരു സെക്ഷൽ ഡീവിയേഷനുണ്ട്. അതായത് എതിർ ലിംഗത്തിൽപ്പെട്ട ആളിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ലൈംഗിക സംതൃപ്തി അടയുന്ന ലൈംഗിക വൈകൃതത്തിനാണ് അങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെ സ്ത്രീ പുരുഷൻ്റെയും പുരുഷൻ സ്ത്രീയുടെയും ആ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അതിനെ കാണണം. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ദൈവം ലിംഗവ്യത്യാസത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ലിംഗവ്യത്യാസത്തിന് വസ്ത്രം ധരിച്ച് മാന്യമായ രീതിയിൽ ജീവിക്കുവാൻ നമ്മൾ ഏവരും ബാധ്യസ്ഥരാണെന്ന കാര്യം ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പറയുന്നു, തള്ളപ്പക്ഷിയെയും കുഞ്ഞുങ്ങളെയും കണ്ടാൽ കുഞ്ഞുങ്ങളെ നിനക്ക് വേണമെങ്കിൽ എടുക്കാം, നീ തള്ളപ്പക്ഷിയെ നീ സ്വതന്ത്രമായി വിടണം. തള്ളപ്പക്ഷിയെ കൂടി നീ കൊണ്ടുപോകരുത്. അത് അങ്ങനെ കൊണ്ടുപോകുന്നത് വലിയ തെറ്റാണ്. അപ്പോൾ നിനക്ക് തള്ളപ്പക്ഷിയെ നീ സ്വതന്ത്രമായി വിടണം. നീ കൊണ്ടുപോകുന്നത് നിൻ്റെ വീട്ടിൽ നിനക്കതിനെ വളർത്താനാണ്. അപ്പോൾ അത് ബന്ധനസ്ഥരാവുകയാണ്. അതിൽ നിന്ന് അതിനെ സ്വതന്ത്രമായി വിടണം. അത് വീണ്ടും ഈ ഭൂമിയിൽ മറ്റ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ളതാണ്. അതിനെ നീ സ്വതന്ത്രമായി നീ വിട്ടയക്കണം. അതുപോലെ നീ ആ ഭവനം പണിയുമ്പോൾ ഇതിൻ്റെ പുരമുകളിൽ നീ മതിൽ കെട്ടണം. കാരണം അതിന് മുകളിൽ നിന്ന് ആരും താഴെ വീണ് അവർക്ക് നാശം സംഭവിക്കാതിരിക്കാനാണ്. മനുഷ്യ ജീവിതത്തിലെ എല്ലാ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം സശ്രദ്ധം സൂക്ഷ്മതയോടെ നിർദ്ദേശങ്ങൾ മോശ മുഖാന്തരം നൽകുന്നതായി നമ്മൾ കാണുന്നു. കാളയെയും കഴുതയെയും ഒന്നിച്ച് പൂട്ടി നീ ഉഴുവാൻ പാടില്ല. കാരണം രണ്ടിൻ്റെയും ശക്തി വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ രീതിയിൽ ഒന്നീ കാള ഉഴുന്ന അത്രയും ഒരുപക്ഷെ കഴുതയ്ക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ കഴുതയുടെ അത്രയും കാളയ്ക്ക് സാധിക്കില്ല.
അപ്പം അതുകൊണ്ട് അങ്ങനെ നീ ചെയ്യാൻ പാടില്ല. രോമവും ചണവും ചേർത്ത് കൊണ്ടുള്ളതായ വസ്ത്രം നീ ധരിക്കരുത്. അത് ആരോഗ്യത്തെ പ്രതിയാണ്. ആരോഗ്യപരമായ ശാരീരികമായ അലർജികൾക്കും മറ്റ് രോഗങ്ങൾക്കൊക്കെ അത് കാരണമായേക്കാം. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് തന്നെ ഇത് മാത്രം നീ ധരിക്കാൻ പ്രത്യേകമായിട്ട് ഓർക്കുക. 13-ാം വാക്യം മുതൽ വായിക്കുന്നത് ദാമ്പത്യത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ്. ദാമ്പത്യ വിശ്വസ്തത പാലിക്കണം. ആ കാര്യത്തിൽ ആരുടെയും മേൽ വെറുതെ ആരോപണം ഉന്നയിക്കാൻ പാടില്ലാത്തതാണ്. ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ അതിനുള്ള തെളിവുകൾ കൂടി ഹാജരാക്കുവാൻ നീ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ ബലാത്സംഗം, ഒരു പുരുഷനൊരു ബലാത്സംഗം ചെയ്യുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ അവളെ വിവാഹം കഴിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. കാരണം അവളുടെ ജീവിതം അനാഥമാക്കി പോകുവാൻ പാടില്ല എന്നുള്ളതാണ്. ആ വിശ്വസ്തത അങ്ങനെ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ ഇവിടെ കഠിന ശിക്ഷയാണ്. അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നമ്മൾ പറയുന്നത്. സ്ത്രീയായാലും പുരുഷനായാലും, വിവാഹം കഴിച്ച പുരുഷനും വിവാഹം കഴിച്ച സ്ത്രീയുമായി, വിവാഹം കഴിച്ച പുരുഷനും വിവാഹം കഴിക്കാത്ത സ്ത്രീയുമായിട്ട് ഏത് രീതിയിലായാലും അങ്ങനെയുള്ളവരെ എന്നാൽ ഒരു സ്ത്രീയെ ബലാത്കാരം ചെയ്യുന്നുവെങ്കിൽ, അവളുടെ സമ്മതമില്ലാതെ ചെയ്യുന്നെങ്കിൽ അവളെ വെറുതെ വിടണം. കാരണം അവൾക്ക് അവനെ അതിജീവിക്കാൻ സാധിക്കാതെ കൊണ്ട് കീഴടങ്ങേണ്ടി വന്നതാണ്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ കർശനമായ നിയമം, സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമം മോശെ ഇസ്രായേൽ ജനത്തിന് ഇവിടെ നൽകുകയാണ്. അതുപോലെ 22-ാം വാക്യത്തിൽ വായിക്കുന്നു, അഡൾട്ടറി അഥവാ വ്യഭിചാരം ചെയ്തു എന്ന് തെളിഞ്ഞാൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണം. സമൂഹത്തിലെ ആ തിന്മ മറ്റുള്ളവരും അത് തുടരുവാതിരിക്കാത്തക്കവണ്ണം കഠിനമായ ശിക്ഷ, മാതൃകാപരമായി അവരെ അത് ശിക്ഷിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവസാനം വായിക്കുന്ന പിതാവിൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുക. പിതാവിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്ന രീതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അപ്പൻ സ്വീകരിച്ച മറ്റൊരു ഭാര്യയെ നിൻ്റെ ഭാര്യയായിട്ട് നീ സ്വീകരിക്കാൻ പാടില്ല. ഇതിനകത്ത് രൂപേൻ്റെ പാപം എന്തായിരുന്നു എന്നതിന് മുമ്പ് നമ്മൾ കണ്ടതാണ്. പിതാവിൻ്റെ ഭാര്യയെ ആ കിടക്ക അവൻ മലിനമാക്കി എന്നുള്ളതായിരുന്നല്ലോ രൂപേന് പറ്റിയതായ ആ ഒരു തെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ അധ്യായത്തിൽ പ്രധാനമായി 2 കാര്യങ്ങളാണ്. ഒന്ന്, സഹോദര സ്നേഹത്തെക്കുറിച്ചും ദാമ്പത്യ വിശ്വസ്തതയെക്കുറിച്ചുമാണ് പറയുന്നത്. നമുക്കിന്നിത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ളതായ ശിക്ഷകളുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെയുള്ള കഠിന ശിക്ഷകളൊന്നും ഇവിടെ ഇല്ല എങ്കിലും അത് പാപമാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്കിടയായിത്തീരണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നമുക്ക് നൽകുന്നുണ്ട്. ഏത് ശരി ഏത് തെറ്റെന്നുള്ള അവബോധം ദൈവാത്മാവ് നമുക്ക് നൽകുന്നുണ്ടല്ലോ. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.